മോട്ടിവേഷൻ. പെട്ടെന്ന് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പല രംഗങ്ങളും മനസ്സിലേക്ക് വരും. അതിലെന്തായാലും ഈ ഒരു രംഗം ഉണ്ടാവും. നമ്മുടെ വിക്രമാദിത്യയിലെ ദുൽഖറിൻ്റെ നിപ്പ് സംഭവം സ്റ്റൈലല്ലേ. വേണമെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാനും തോന്നും ആ എക്സാമിന്. പക്ഷേ അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാനിതിനെ ഒരു ഹൈഡ്രജൻ ബലൂൺ എന്നേ പറയുള്ളൂ. അതിപ്പോൾ എന്താ ഇപ്പോൾ ഹൈഡ്രജൻ ബലൂൺ എന്ന് പറയാൻ കാരണം എന്ന് ചിന്തിച്ചേക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മളൊരു ഉത്സവപ്പറമ്പിൽ നിന്നൊരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിയെന്ന് വിചാരിക്കുക. നമ്മൾ വീട്ടിൽ വന്ന് ഏതെങ്കിലും റൂമിൽ നമ്മുടെ കയ്യിൽ കെട്ടഴിച്ചങ്ങ് വിടും. അത് ഏതെങ്കിലും ഉത്തരത്തിൽ തട്ടി നിൽപ്പുണ്ടാവും. 2 ദിവസം കഴിയുമ്പോഴോ അതുപോലെ മൂലയ്ക്കും കിടപ്പുണ്ടാവില്ലേ. എന്താ കാരണം? അതിന് ഗ്യാസ് പോയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഉള്ളൂ. ഇത്തരം നമ്മളിപ്പോൾ വിക്രമാദിത്യനല്ല ഏതൊരു സിനിമ എടുത്താലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം 2 ദിവസം ഉണ്ടാവുള്ളൂ മാക്സിമം. അത് കഴിയുമ്പോൾ മറ്റേ കാറ്റ് പോയ ബലൂൺ പോലെ നമ്മൾ നേരെ താഴത്തേക്ക് പോകും. ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതിൻ്റെ പ്രശ്നം വളരെ സിമ്പിളാണ്. ഇത് എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഇൻറ്റേർണലി വേണം. മറ്റേ ഒരു സിനിമയിൽ ദിലീപേട്ടൻ പറയില്ലേ, ഉള്ളീന്ന് വരട്ടെ. ഉള്ളീന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉള്ളീന്ന് വരാൻ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടത്? അതങ്ങനെയല്ല, അതിനൊരു വഴിയുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ 2 എക്സാമ്പിൾസ് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണെന്ന് വിചാരിക്കുക. സമയം ഉച്ചയാണ്, നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് നല്ല ചൂട് ബിരിയാണി ഇരിക്കുന്നു, നല്ല മണം. ആ ഒരു ഫീൽ കിട്ടിയെന്ന് വിചാരിക്കണു. നിങ്ങളത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചില്ലും കൂട്ടിൽ നല്ല തണുത്ത കോൾഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇരിക്കുന്നു. ഒരെണ്ണം ഓർഡർ ചെയ്യാമല്ലേ? ഇനി രണ്ടാമത്തത്, നിങ്ങളൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു 2 സെറ്റ് അടിച്ചിട്ട് നിർത്താമെന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ നിർത്താമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഭിത്തിയിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഒരുത്തൻ മസിലും പെരുപ്പിച്ച് നിൽക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും 2 സെറ്റ് കൂടെ അടിക്കും. ഇത് സംഭവിക്കാറില്ലേ? ഇവിടെ ഈ 2 സിറ്റുവേഷനിലും നമ്മൾ വിചാരിക്കും നമുക്ക് ഉള്ളിൽ നിന്ന് വന്നൊരു തോട്ടായിരിക്കും നമ്മളെ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്ന്. എന്നത് അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു എൻവയോൺമെൻറ്റ്, നിങ്ങൾ ഏതൊരു എൻവയോൺമെൻറ്റിലാണോ ആ സമയത്തുള്ളത്, ആ ഒരു എൻവയോൺമെൻറ്റാണ് നിങ്ങൾ അതിന് വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും മേടിക്കുന്നത് അത് നമുക്ക് ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് അത് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയാലും അല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് ആയാലും നമ്മൾ പല സാധനങ്ങളും മേടിച്ച് കൂട്ടും ഓഫറിൽ വരുമ്പോൾ. പക്ഷേ ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. ചോദിച്ചാൽ പറയും ഓഫറല്ലേ മേടിക്കാമല്ലോ എന്ന്. ശരിക്കും ഇവിടെ നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളായിട്ടെടുത്ത ഡിസിഷനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് അതുപോലെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കണ്ണെത്തുന്നിടത്ത് എല്ലാം വെച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അതിൽ മിക്കതും കോസ്റ്റ്ലി ആയിരിക്കും. എന്നാൽ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സും അവിടെ ഉണ്ടാവും. അത് നമ്മുടെ കണ്ണ് പെട്ടെന്ന് എത്താത്ത ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയി തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡഡ് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ സ്വന്തം ഡിസിഷനല്ല, അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ ലോകത്ത് നിരവധി അനിമൽസ് ഉണ്ട്. അതിൽ ഓരോ അനിമൽസിനും ഈ ലോകത്തിനെ സെൻസ് ചെയ്യാനായിട്ട് അതിൻ്റേതായ രീതികളുണ്ട്. ഇപ്പോൾ പരുന്തിന് ലോങ് ഡിസ്റ്റൻസ് വിഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാമ്പ് സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നാക്കിലൂടെയാണ്. സ്രാവിന് വെള്ളത്തിലെ ചെറിയ വൈബ്രേഷൻ പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരും ഈ പ്രപഞ്ചത്തിനെ സെൻസ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിഷനാണ്, കണ്ണുകളാണ്. ഇപ്പോൾ സ്റ്റഡീസിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ഈ സെൻസ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത നെർവ്സിൽ ഏറ്റവും കൂടുതലുള്ളത് വിഷൻ്റെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ട്രിഗർ ഉണ്ടാകുന്നത് നമ്മൾ പലതും കാണുന്നതിലൂടെയാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്യൂസ് ഉണ്ട്. അതിൽ നമ്മുടെ വിഷൻ ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് നമ്മുടെ എൻവയോൺമെൻറ്റിന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു പങ്കുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഈ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പണ്ട് ആംസ്റ്റർഡാമിൽ നടത്തിയൊരു സ്റ്റഡി ഉണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. അതായത് സിമ്പിളാണ്. ഒരു വില്ലേജിലെ 10 വീടുകൾ. ഈ 10 വീടുകളും കാണാൻ സിമിലറാണ്, അവിടുത്തെ സൗകര്യങ്ങളും സെയിം ആണ്. അപ്പോൾ ഇവർ നടത്തിയ സ്റ്റഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വീട്ടിലെയും എനർജി കൺസപ്ഷൻ ഉണ്ടല്ലോ, അതൊരു മാസത്തെ വൈദ്യുതി ഉപയോഗത്തിനെ ചുമ്മാ ഒന്നങ്ങ് പഠിച്ചു. അപ്പോൾ അവിടെ അതിൽ നിന്ന് അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വീട്ടുകാർ മാത്രം അവരുടെ എനർജി യൂസേജ് എന്ന് പറയുന്നത് താരതമ്യേന വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണായിട്ട് കണ്ടുപിടിക്കാനായിട്ട് അവർ ചലഞ്ച് ചെന്നപ്പോൾ അവർക്ക് ആകെ കിട്ടിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു വീട്ടിൽ എനർജി മീറ്റർ ഉണ്ടല്ലോ, അതായത് നമ്മൾ റീഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നോക്കുന്ന ഒരു മീറ്റർ ഉണ്ടല്ലോ,
അത് പ്ലേസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ മാത്രമാണ്. ആ ഒരു വീട്ടിൽ ആ വീട്ടുകാർ നിരന്തരം കാണുന്ന ഒരു ലൊക്കേഷനിലായിരുന്നു ആ ഒരു മീറ്റർ ഇരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡെയിലി ഇങ്ങനെ നമ്മുടെ ഒരു നോട്ടം അങ്ങോട്ട് ചെല്ലുമല്ലോ. അപ്പോൾ അങ്ങനെ നോട്ടം ചെന്ന് അവർ അതിനെ ഡെയിലി ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ യൂസ് ചെയ്ത് പോയത്. ഇപ്പോൾ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഗിറ്റാർ പഠിക്കണമെന്ന് വിചാരിക്കുക. ആ ഒരു ഗിറ്റാർ എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ റൂമിലാണ്. അല്ലാതെ വല്ലപ്പോഴും വരുന്നൊരു ഗസ്റ്റിന് വേണ്ടി പണി കഴിച്ചിട്ടേക്കുന്ന ഒരു ഗസ്റ്റ് റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയ ഗിറ്റാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഗിറ്റാർ കാണുമ്പോൾ കിട്ടുന്ന ട്രിഗർ നമുക്ക് കിട്ടിയാലേ നമുക്കത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഗിറ്റാർ പഠിക്കുന്ന കേസല്ല, വേറെ എന്ത് തന്നെ ആയാലും ആ ഒരു ഹാബിറ്റിൻ്റേതായിട്ടുള്ളൊരു ക്യൂ ഉണ്ടാവും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത് പ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം വല്ലവരും ഡിസൈൻ ചെയ്തൊരു എൻവയോൺമെൻറ്റിൽ നമ്മളൊരു കൺസ്യൂമറായിട്ട് കഴിയേണ്ടി വരും. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യാൻ ഇറങ്ങുമ്പോഴായിരിക്കും പുതിയൊരു പ്രശ്നം വന്നത്. എന്താണല്ലേ? അതായത് ഇത്രയും നാളത്തെ നമ്മുടെ ശീലങ്ങളില്ലേ, അതിൻ്റെ ട്രിഗേഴ്സ് കൂടെ പൊന്തി വരാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഹാളിൽ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആൾ അവിടെ നിന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്താ പറ്റുക? പഠിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ചിന്ത പിന്നെയും പഴയ വീഡിയോ ഗെയിമിലേക്ക് പോകും സ്വാഭാവികമായിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ബെഡ്റൂമിൽ നമ്മുടെ ബെഡിൽ ഇരുന്നിട്ടായിരിക്കും ഫോൺ യൂസ് ചെയ്യുക. കോളിംഗ് ആവാം, ചാറ്റിംഗ് ആവാം, എന്തുകൊണ്ടും ആവാം. അപ്പോൾ രാത്രി കിടക്കാൻ വേണ്ടി ബെഡിൽ വന്ന് കിടന്നു കഴിയുമ്പോൾ പലർക്കും ഉറക്കം വരില്ല. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റേ ആക്ടിവിറ്റീസായിട്ട് അഡാപ്റ്റായി. ബ്രെയിനിന് അറിയില്ല ബെഡ് ഉറങ്ങാനുള്ളതെന്ന്. ഇപ്പോൾ ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 സ്പേസ് 1 യൂസ് എന്നുള്ളതാണ്. അതായത് ബെഡ് ഉറങ്ങാനുള്ളതാണ്, സ്റ്റഡി ടേബിൾ പഠിക്കാനുള്ളതാണ്. അവിടെ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോകാതിരിക്കുക. ഇപ്പോൾ സപ്പോസ് അങ്ങനെ ചെയ്തു പോയെന്ന് വിചാരിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഷിഫ്റ്റ് ആവാൻ ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരു റൂമിലേക്ക് ആവാം. ഇനിയിപ്പോൾ റൂം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അധികം കിട്ടാത്ത വീടിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ആയാലും മതി. ആ ഒരു ഏരിയ കണ്ടെത്തി അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പത്തെ എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരുന്ന ട്രിഗേഴ്സ് ഇല്ലേ, അത് പുതിയ എൻവയോൺമെൻറ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ മൊബൈൽ ഫോണിൽ തന്നെയായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുക. അത് തന്നെയായിരിക്കും പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുക, സിനിമ കാണാൻ ഉപയോഗിക്കുക, എല്ലാം അതിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഫോൺ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ എന്താ പറ്റുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ പുറകെ പോകും. നമ്മുടെ ഫോൺ നമുക്കൊരു അനുഗ്രഹവും അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറുന്നതും ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് നമുക്ക് ഒരു ഫോണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൂടെ കൂടിക്കുഴഞ്ഞ് ഒരു അവിയൽ പരുവത്തിൽ കിടക്കില്ലേ, അതിലേത് ചെയ്യുന്നുള്ള കാര്യത്തിലേ നമുക്ക് ഡൗട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനൊരു സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. ഒരു സ്പേസിൽ നമ്മൾ ഇന്നൊരു ആക്ടിവിറ്റി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓരോ ആക്ടിവിറ്റീസിനെ. ഇനി അതും പറ്റില്ല, നമ്മുടെ കയ്യിൽ ഒരേ ഒരു ഫോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു ടൈം ഫിക്സ് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് അതിനെ മ്യൂട്ട് ചെയ്ത് വയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വേണ്ടാത്ത ട്രിഗേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഹാബിറ്റ്സിന് കാരണമായിട്ടുള്ള ക്യൂസ് ഉണ്ട്, അതിന് നമുക്ക് ഇൻവിസിബിൾ ആക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടെത്തി നമുക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറ്റുക? ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിൽ നിന്ന് വരും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.